ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു അതിശയിച്ചു. യേശു അതിശയിച്ചു എന്ന് അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു എന്ന് സുവിശേഷങ്ങളിൽ 2 സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ 2 സ്ഥലങ്ങളിലും നമുക്ക് യേശു എന്തുകൊണ്ട് അതിശയിച്ചു, യേശു എന്തുകൊണ്ട് ആശ്ചര്യപ്പെട്ടു, 2 ഇടങ്ങളും വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശതാധിപൻ പറയുന്നത് ശ്രദ്ധിക്കുക. ശതാധിപൻ പറയുകയാണ്, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവരോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. എന്തുകൊണ്ട്? ശതാധിപനിൽ അസാധാരണമാകുന്ന വിശ്വാസം യേശു കണ്ടു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അതിശയിച്ചു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ സംഭവം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ആശ്ചര്യപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. 9-ാമത്തെ വാക്യത്തിൽ, യേശു അതു കേട്ടിട്ട്, ശതാധിപൻ പറഞ്ഞത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഗ്രേറ്റ് ഫെയ്ത്ത്, അസാധാരണമാകുന്ന വലിയ വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം, ദൈവത്തിലുള്ള വലിയ വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനോടുള്ള യേശുവിൻ്റെ സമീപനം, അതിനോടുള്ള യേശുവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, യേശു അതിശയിച്ചു, യേശു ആശ്ചര്യപ്പെട്ടു. ഇനി മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു അതിശയിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ അവിടെ യേശു നസറേത്തിൽ വരികയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ടു വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. 6-ാം വാക്യത്തിൽ, അവരുടെ അവിശ്വാസം ഹേതുവായി യേശു
ആശ്ചര്യപ്പെട്ടു. ഇവിടെയും യേശു അതിശയിക്കുക അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുക എന്ന ആ പ്രതികരണം പുറപ്പെടുവിച്ചതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് അവിശ്വാസമാണ്. ഈ രണ്ട് ഇടത്തും വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യേശു അതിശയിച്ചത്. ഒരിടത്ത് വലിയ വിശ്വാസം കണ്ടപ്പോൾ, മറ്റൊരിടത്ത് അവിശ്വാസം കണ്ടപ്പോൾ യേശു ആശ്ചര്യപ്പെടുകയാണ്, യേശു അതിശയിക്കുകയാണ്. അവിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ആകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ, ഒരാൾ വിശ്വസിക്കാതിരിക്കുന്നത് കാണുമ്പോൾ യേശു അതിശയിക്കുകയാണ്, യേശു ആശ്ചര്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇവൻ എന്നിൽ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ സാഹചര്യത്തെ വിശ്വാസം കൊണ്ട് ഇവൻ തകർക്കുവാൻ തയ്യാറാകുന്നില്ല? യേശു അത് കണ്ട് അതിശയിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ അവിടെയും യേശു അതിശയിക്കുകയാണ്. കഫർന്നഹൂമിലെ ശതാധിപന്റെ വിശ്വാസം അതൊരു വലിയ വിശ്വാസമായിരുന്നു. ഇനി ഈ ശതാധിപനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട്, ഇയാൾ യഹൂദനല്ല, യഹൂദന്മാരുടെ ഇടയിൽ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ സാധാരണ കാര്യം, എന്നാൽ യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. ഈ ശതാധിപൻ, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുകയാണ് എങ്കിൽ ഇദ്ദേഹം ആരാണ്? ശതാധിപൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വീണ്ടും നമുക്കൊരു ശതാധിപനെ കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇത് സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്, ഈ രണ്ട് ശതാധിപന്മാരും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശതാധിപനും മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലോ അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലോ പറഞ്ഞിരിക്കുന്ന ശതാധിപനും ഒരാൾ തന്നെയാണോ? ഇത് സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ മനുഷ്യൻ വിശ്വാസമുള്ള മനുഷ്യനാണ്, ഈ ശതാധിപൻ വിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. യഹൂദനല്ലെങ്കിൽ പോലും ഇയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇനി ഒരു ചെറിയ ഭാഗം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു പക്ഷെങ്കിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ശതാധിപൻ അദ്ദേഹമായിരിക്കുമെന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. സുവിശേഷത്തിൽ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെയാണോ എന്ന് ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് നമുക്ക് ഈ ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ശതാധിപൻ, കഫർന്നഹൂമിൽ തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിന് വന്ന ശതാധിപൻ, ആ ശതാധിപൻ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇതാ അതേ ശതാധിപൻ തന്നെ അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം, കൊർന്നലിയോസ്. ഈ ശതാധിപൻ്റെ വിശ്വാസം സുവിശേഷത്തിൽ തന്നെ അത് വലിയ വിശ്വാസമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ അത് യേശുവിനെ അതിശയിപ്പിക്കും. സാധാരണ വിശ്വാസമല്ല, വലിയ വിശ്വാസം നിങ്ങളിലൂടെ പുറപ്പെടുമ്പോൾ അത് യേശുവിനെ അതിശയിപ്പിക്കും. ആ വലിയ വിശ്വാസം പുറപ്പെടുവിക്കുന്നതൊരു നല്ല ഉദാഹരണമാണ് ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്. കുട്ടികൾക്കുള്ള വിശ്വാസം, കുഞ്ഞുങ്ങൾക്കുള്ള വിശ്വാസം, അതേപോലെയുള്ള വിശ്വാസം. അവർ സ്വന്തം പിതാവിൽ ആശ്രയിക്കുന്നത്, പിതാവിൽ വിശ്വസിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേപോലെ ആ ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, അതേപോലെയുള്ള വിശ്വാസത്തെ വേണമെങ്കിൽ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറയുവാൻ കഴിയും. അങ്ങനെയുള്ള ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ അത് യേശുവിനെ ആശ്ചര്യപ്പെടുത്തും, അത് യേശുവിനെ അതിശയിപ്പിക്കും. അത്തരത്തിലുള്ള ചിലരെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അവിടെ യേശു അതിശയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ് ഈ പ്രിയപ്പെട്ടവർ പുറപ്പെടുവിച്ചത്.
മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് സുറോഫോയിക്കാരിയാകുന്ന ഒരു കനാന്യ സ്ത്രീയെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ ഈ സ്ത്രീ വീണ്ടും വന്നിട്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുകയാണ്. വീണ്ടും യേശു പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇവിടെ ഇവളിൽ നിന്ന് ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടുന്നത് ശ്രദ്ധിക്കുക. 27-ാമത്തെ വാക്യത്തിൽ അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അതിന് മറുപടി പറയുകയാണ്, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്. നിങ്ങളിൽ നിന്ന് വലിയ വിശ്വാസം പുറപ്പെടട്ടെ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ അതിനെ നേരിടുന്ന സന്ദർഭത്തിലും അവിശ്വസിക്കരുത്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് വലിയ വിശ്വാസം പുറപ്പെടട്ടെ. ആ സാഹചര്യങ്ങളെ എനിക്ക് അതിജീവിക്കുവാൻ കഴിയും. യേശു ഇവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. എൻ്റെ ഭർത്താവ് ഇപ്പോൾ മദ്യപാനിയാകുന്നു എങ്കിലും എൻ്റെ ഭർത്താവ് വിടുവിക്കപ്പെടുവാൻ പോകുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. വലിയ വിശ്വാസം പുറപ്പെടുവിക്കുക. തലമുറകളെ നോക്കി വിശ്വസിക്കുക. വലിയ വിശ്വാസം പുറപ്പെടുവിക്കുക. മറ്റൊരു ഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് മറ്റൊരു സഹോദരിയെ കാണുവാൻ കഴിയുന്നുണ്ട്. 25 മുതലുള്ള വാക്യങ്ങളിൽ, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞെൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. 33 സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതും അതിശയിപ്പിച്ച ഒരു വിശ്വാസമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ സ്ത്രീയുടെ വിശ്വാസം 12 വർഷമായിട്ട് രക്തസ്രവമുള്ളവളാണ്. ഈ 3 ഭാഗങ്ങൾ, ഞാനിപ്പോൾ വായിച്ച 3 ഭാഗങ്ങൾ, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 5 മുതലുള്ള ഭാഗങ്ങൾ, വീണ്ടും ഞാൻ വായിച്ച ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതലുള്ള ഭാഗങ്ങളിൽ സുറോഫോയിക്കാരിയാകുന്ന കനാന്യ സ്ത്രീ, ശതാധിപൻ, സുറോഫോയിക്കാരിയാകുന്ന കനാന്യ സ്ത്രീ. മൂന്നാമത് ഈ 5-ാമത്തെ അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ, ഇവിടെയും നമുക്ക് ഈ സ്ത്രീയുടെ പേരൊന്നും അറിയത്തില്ല, എന്നാൽ ഈ സ്ത്രീ യഹൂദ സ്ത്രീയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ കാണുന്ന രക്തസ്രവമുള്ള സ്ത്രീ, ഈ 3 പേരെയും ഇവരെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. ഇവരിതിനു മുന്നമേ വിശ്വാസത്തെക്കുറിച്ചൊരു പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതിനുള്ള ഒരു സാഹചര്യവുമില്ല. സുറോഫോയിക്കാരിയാകുന്ന കനാന്യ സ്ത്രീക്ക് വിശ്വാസത്തെക്കുറിച്ച് ഇതിനു മുന്നമേ ഒരിക്കലും പഠിക്കുവാനൊരു അവസരം ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ശതാധിപനോ സുറോഫോയിക്കാരിയാകുന്ന ആ കനാന്യ സ്ത്രീയോ രക്തസ്രവമുള്ള ഈ സ്ത്രീയോ ഇതിനു മുന്നമേ വിശ്വാസത്തെക്കുറിച്ച് ഗഹനമാകുന്നൊരു പഠനം നടത്തിയെന്ന് നമുക്ക്
ഒരിക്കലും അങ്ങനെ നമുക്ക് കരുതുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുവിൻ്റെ അരികിൽ വരുന്ന ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവരിൽ നിന്ന് ഇത്ര വലിയ വിശ്വാസം പുറപ്പെടുന്നത്? വളരെ വ്യക്തമാകുന്നു. അവരുടെ ആത്മാവിൽ നിന്നാണ് വിശ്വാസം പുറപ്പെടുന്നത്, അവരുടെ ബുദ്ധിതലങ്ങളിൽ നിന്നല്ല. നമ്മുടെ ബുദ്ധിതലങ്ങളിൽ നിന്നൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം പുറപ്പെടത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ ബുദ്ധി നമ്മെ സമ്മതിക്കുമോ? യേശുവേ, അങ്ങ് വീട്ടിൽ വരണ്ട, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സൗഖ്യം നടക്കുമെന്ന് നമ്മുടെ ബുദ്ധി വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവരുടെ ആത്മാവിൽ നിന്നാണ് ഈ വിശ്വാസം പുറപ്പെടുന്നത്. ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് പുറപ്പെടുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നാകുന്നു. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളിലൊരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. നിങ്ങൾ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. രക്ഷ ദാനമാകുന്നു. രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഭൂമിയിലുള്ള പ്രകൃതിയിലുള്ള വിശ്വാസം, നാച്ചുറൽ ഫെയ്ത്ത് കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം ദൈവത്തിൽ നിന്ന് നമുക്ക് ദാനമായി ലഭിക്കണം. ഇതിനെല്ലാം കാരണമാകുന്നത് ദൈവകൃപയാണ്. ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപയും ദാനമാകുന്നു. ദൈവത്തിൻ്റെ കൃപ ദാനമാകുന്നു, ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം ദാനമാകുന്നു, രക്ഷ ദാനമാകുന്നു. അങ്ങനെ നാം രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസമുണ്ട്. നമ്മുടെ ആത്മാവ് വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. ബുദ്ധിക്ക് നാച്ചുറൽ ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ. ബുദ്ധിയാണ് ഈ അവിശ്വാസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംവിധാനം. നമ്മുടെ മനസ്സ്, മനുഷ്യ മനസ്സ്, ആ മനുഷ്യ മനസ്സാണ് നമ്മുടെ ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്, നമ്മിലുള്ള ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്തിനെ പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട എതിരാളി. ഈ മൂന്ന് പേരും, അതിൽ രണ്ടുപേര് വളരെ വ്യക്തമാകുന്നു, അവർ യഹൂദന്മാരല്ല. യഹൂദ സംവിധാനത്തിന് ഇസ്രയേലിന് പുറത്തുള്ള രണ്ടുപേർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം പുറപ്പെടുകയാണ്. ആ വിശ്വാസം അവർക്ക് ദാനമായിട്ട് ലഭിക്കുകയാണ്. അവരതിന് തയ്യാറായപ്പോൾ, അവരതിന് സമ്മതം കൊടുക്കുമ്പോൾ അവർക്ക് ആ വിശ്വാസം ദാനമായി ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നമുക്ക് എത്രയധികമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വലിയ അളവിലുള്ള വിശ്വാസം പുറപ്പെടുവിക്കുവാൻ കഴിയും. അങ്ങനെ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ്, നമ്മുടെ ആത്മമനുഷ്യൻ പ്രബലപ്പെടണം, ശക്തിപ്പെടണം. ആരെ നോക്കിയാണ് യേശു പറഞ്ഞത് ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല എന്ന്? എന്താണ് യേശുവിനെ അതിശയിപ്പിച്ചത്? വിശ്വാസമാണ് യേശുവിനെ അതിശയിപ്പിച്ചത്. വിശ്വസിച്ചവരെ കണ്ടാണ് യേശു പറഞ്ഞത് ഇത്ര വലിയ വിശ്വാസമെന്ന്. അല്ല, ശക്തി കൂടുതലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല യേശു അതിശയിച്ചത്. ജ്ഞാനം കൂടുതലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല യേശു അതിശയിച്ചത്. പണം കൂടുതലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല യേശു അതിശയിച്ചത്. നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല യേശു അതിശയിച്ചത്. അസാധാരണമാകുന്ന സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല യേശു അതിശയിച്ചത്. യേശു അതിശയിച്ചത് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോഴാകുന്നു യേശു അതിശയിച്ചത്. വിശ്വാസം നിങ്ങൾ പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ, വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ് എങ്കിൽ, യേശുക്രിസ്തു നിങ്ങളെ അഭിനന്ദിക്കുവാൻ പോകുന്നു. യേശുക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തെ നോക്കി വലിയ വിശ്വാസമെന്ന് പറയുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ അവരാണ്
ആത്മതലങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 12:2 പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശു. അവിടുന്നാകുന്നു വിശ്വാസത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. അവിടുത്തെ വചനമാകുന്നു വിശ്വാസത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. സുറോഫോയ്ക്കാരിയാകുന്ന കനാന്യ സ്ത്രീക്കും ഇസ്രയേലിനല്ലാത്ത ശതാധിപനും വലിയ വിശ്വാസം പുറപ്പെടുവിക്കുവാൻ കഴിയുമെങ്കിൽ ഈ പുതിയ നിയമകാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ പൈതലായി ജീവിക്കുന്ന, മകനായി മകളായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതിലധികമായിട്ട് വിശ്വാസം പുറപ്പെടുവിക്കുവാൻ കഴിയും. കാരണം വിശ്വാസത്തിൻ്റെ സ്രോതസ്സാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. മനസ്സിനകത്തുനിന്ന് പുറപ്പെടുവിക്കുന്ന, ബുദ്ധി പുറപ്പെടുവിക്കുന്ന അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും തലങ്ങളെ തകർത്തുകൊണ്ട് നമ്മിൽ നിന്ന് ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം പുറപ്പെടട്ടെ. അത് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യൻ പ്രബലപ്പെടണം. ആത്മമനുഷ്യൻ സജീവമായി തീരണം. ആത്മമനുഷ്യൻ നമ്മിൽ നായകത്വമേറ്റെടുക്കണം. നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന നമ്മുടെ ആത്മാവ്, നമ്മുടെ ആത്മാവിൻ്റെ അധീനതയിലേക്ക് പ്രാണനും ശരീരവും വരണം. ആത്മതലങ്ങളിൽ ജീവിക്കുവാൻ നമ്മൾ ആത്മമനുഷ്യരായിട്ട് തീരണം. ആത്മാവിൽ ജീവിക്കണം. ആത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്നാണ് വലിയ വിശ്വാസം പുറപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ സ്രോതസ് ദൈവത്തിൻ്റെ വചനമല്ലേ, യേശുക്രിസ്തുവല്ലേ. വലിയ വിശ്വാസം പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ നിന്നാകുന്നു വലിയ വിശ്വാസം പുറപ്പെടുന്നത്. ഇനി ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 80-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഒരു ഭാഗമാകുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നു, പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. ശരീരത്തിൽ ബലപ്പെട്ടെന്നോ ബുദ്ധിയിൽ ബലപ്പെട്ടെന്നോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഏത് കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അവനൊന്നും കഴിക്കുന്നില്ലേ, അവനൊന്നും കഴിക്കുന്നില്ലേ, എൻ്റെ പാസ്റ്ററേ അവനൊന്നും കഴിക്കുന്നില്ലേ, അവനൊന്നും കഴിക്കുന്നില്ലേ. ഡോക്ടറുടെ അരികിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും വെയിറ്റ് കറക്റ്റാ. ശരീരവും മനസ്സുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവൻ്റെ പഠിത്തം കുറെ കൂടെ മെച്ചമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൈതൽ വളർന്നു ബുദ്ധിയിൽ ബലപ്പെട്ടു എന്നല്ല, ശരീരത്തിൽ ബലപ്പെട്ടു എന്നല്ല, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ആത്മാവിൽ ബലപ്പെട്ടു. വിശ്വാസം, വലിയ വിശ്വാസം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ വാക്യം സ്വീകരിക്കുക. നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ആത്മാവ് ശക്തിപ്പെടട്ടെ. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റേതുപോലെയുള്ള ജ്ഞാനം, ഗാഡ് കൈൻഡ് ഓഫ് ജ്ഞാനം യേശുവിൽ വന്ന് നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. ഈ തലമുറ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഈ തലമുറ ഈ നിലവാരത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വലിയ വിശ്വാസം നിങ്ങളിലൂടെ പുറപ്പെടും. ആവശ്യമില്ലാതെ ഈ ലോകത്തിലെ കുറേ ബുദ്ധിപരമാകുന്ന കാര്യവും ശാരീരികമാകുന്ന കാര്യവും ഭൗതികമാകുന്ന കാര്യവും അതിൻ്റെ പിന്നാലെ ഓടി നടക്കാതെ ആത്മാവിൽ ബലപ്പെടുക. ആത്മാവിൽ ബലപ്പെടുക. ആത്മാവിൽ ഒരാൾ ബലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫലമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 82-ാമത്തെ വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും, വളർച്ച എന്ന് പറയുമ്പോൾ ആ സ്റ്റാച്യുവർ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാച്യുവർ എന്ന വാക്ക് കേവലം ശാരീരികമാകുന്ന ഒരു കാര്യമല്ല അത്. ഇപ്പോൾ നമുക്ക് യേശു എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ
അവിടുത്തെ നാമത്തിൻ്റെ സ്വാധീനം. മനുഷ്യരുടെ ഇടയിലും അങ്ങനെയുണ്ട്. നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പേര് സമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാച്യുവർ, ആ വളർച്ച, ആ നിലയിലുള്ള സ്വാധീനങ്ങൾ, സമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, തലമുറകളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവരിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഒരു വളർച്ചയെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആത്മാവിൽ ശക്തിപ്പെടുകയാണ് എങ്കിൽ, ആത്മാവ് ബലപ്പെടുകയാണ് എങ്കിൽ, യേശുക്രിസ്തുവിനെ അതിശയിപ്പിക്കുന്ന വിശ്വാസം പുറപ്പെടുവിക്കുന്നവരായി നാം ഓരോരുത്തരും തീരും. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന സ്വർഗീയമാകുന്ന വെളിപ്പെടുത്തലുകൾ ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ സ്വീകരിക്കട്ടെ. ആഴമേറിയ ഒരു സ്പർശനത്തെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം തന്നെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ശാരീരികമാകുന്ന രോഗം അനുഭവിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആർത്തറൈറ്റിസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശരീരത്തിൽ വന്നിരിക്കുന്ന ബലഹീനതകൾ മാറിപ്പോകട്ടെ. വലിയ വിശ്വാസം അവർ പുറപ്പെടുവിക്കട്ടെ. യേശു എന്നെ സൗഖ്യമാക്കും. വലിയ വിശ്വാസം അവർ പുറപ്പെടുവിക്കട്ടെ. അസ്ഥി സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാറാരോഗങ്ങൾ, മരണകരമാകുന്ന രോഗങ്ങൾ, രോഗത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. മരണം നീങ്ങട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത സൗഖ്യത്തെ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴികളെ തുറക്കണമേ, വഴികളെ തുറക്കണമേ, വഴികളെ തുറക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണം. സാമ്പത്തികമാകുന്ന തകർച്ചകളുടെ നടുവിലായിരിക്കുന്നവർ കർത്താവേ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ആത്മാവിൽ മുന്നേറ്റങ്ങൾ പ്രാപിക്കുവാൻ, ആ മേഖലയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള വെളിപ്പാടുകൾ, തിരിച്ചറിവുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടുവാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ വലിയ ദൈവത്തിൻ്റെ പ്രീതിവാത്സല്യം വെളിപ്പെടണമേ, അനുകൂലത വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അതിശയങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.